ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് മെയ് 13-ാം തീയതി. ഈ മെയ് 13-ാം തീയതിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ ഒരു പ്രത്യേകത, പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആദ്യമായി കുട്ടികൾക്ക് ഉണ്ടായത് മെയ് 13-ാം തീയതിയാണ്. 1917 കോവാദ ഈറിയ എന്ന സ്ഥലത്ത് വെച്ച് മെയ് 13-ാം തീയതിയാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണം വരുന്നത്. അപ്പോൾ ഇന്ന് ഫാത്തിമയിലെ ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ 109-ാമത്തെ വർഷമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, 2017 മെയ് 13-ാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ പ്രത്യേകത, ഇന്ന് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക ദിനവും കൂടിയാണ്. എല്ലാ 13-ാം തീയതിയും റോസാ മിസ്റ്റിക്ക ദിവസമായി ആചരിക്കണമെന്ന് അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോണ്ടിക്യാരിയിലെയും ഫാത്തിമയിലെയും പ്രത്യക്ഷീകരണങ്ങളുടെ പ്രത്യേകതകളുള്ള ഈ മെയ് 13-ാം തീയതി ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് വണക്കമാസം വായിക്കാം. പരിശുദ്ധ ദൈവമാതാവ് ലോകരക്ഷിതാവിൻ്റെ പിറവിയെ കാത്തിരിക്കുന്നു. ഒന്നാമത്, രക്ഷിതാവിൻ്റെ പിറവിയെ തീവ്രമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്, അതിന് തന്നെ യോഗ്യയാക്കുന്നു. മൂന്നാമത്, തൻ്റെ തിരുവുദരത്തിലിരിക്കുന്ന ഈശോ തനിക്ക് നൽകിയ നന്മകളാൽ പൂരിതയാകുന്നു. ആദ്യം, ലോകരക്ഷിതാവ് എപ്പോൾ വരുമെന്ന് 4000 വർഷം വരെയും മഹാപിതാക്കളും ദീർഘദർശികളും പുണ്യാത്മാക്കളുമായി എല്ലാവരും വളരെ ആശയോടുകൂടി കാത്തുകൊണ്ടിരുന്നു. അതുപോലെ അവർക്ക് രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവും തീവ്രമായ ആഗ്രഹത്തോടുകൂടെ രക്ഷകൻ്റെ വരവിനെ കാത്തുകൊണ്ടാണിരുന്നത്. തൻ്റെ തിരുക്കുമാരൻ പ്രകാശമുള്ള സൂര്യനെപ്പോലെ പാപാന്ധകാരത്തെ നീക്കി സുഹൃതങ്ങളെ വിളയിപ്പാൻ വരണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്നു. നിങ്ങളും ദിനം പ്രതി പിതാവായ സർവേശ്വരനെ നോക്കിക്കൊണ്ട് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചു വരുന്നുണ്ടല്ലോ. എന്നാൽ ആ അപേക്ഷയെ തക്ക ഭക്തിയോടും ഏറ്റവും ആശയോടും കൂടെ കഴിച്ചു വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളിലും മറ്റുള്ളവരിലും ഈ പരമരാജ്യം വരുവാനായി ഭക്തിപൂർവം പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദൈവമാതാവ് എല്ലാ വക പുണ്യങ്ങളാലും അലങ്കൃതയായിരുന്നിട്ടും തൻ്റെ തിരുക്കുമാരൻ താമസം കൂടാതെ പിറക്കുമെന്ന് കണ്ട് അധിക ജാഗ്രതയോടുകൂടെ ഓരോ പുണ്യങ്ങളെ തന്നിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കവേ തന്നിൽ ദൈവനന്മ പ്രകാശിപ്പാനും ഇടയായി. നാമും കറ കൂടാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പുണ്യവഴിയിൽ നാൾക്ക് നാൾ അധികമധികം ഉത്സാഹത്തോടുകൂടെ ജീവിക്കണം. നാം സദാ ദൈവശുശ്രൂഷയിൽ ബദ്ധശ്രദ്ധരാകുമെങ്കിൽ സർവേശ്വരൻ നമുക്ക് വാക്കിലടങ്ങാത്ത ഉപകാരങ്ങൾ ചെയ്യുന്നതാണ്. മൂന്നാമത്, ദൈവമാതാവ് 9 മാസം വരെയും അല്പമെങ്കിലും വേദനയോ പീഡയോ കൂടാതെ തൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ ധരിച്ചുകൊണ്ട് സർവസന്തോഷ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്നു. അഗ്നിക്ക് അടുത്ത് നിൽക്കുന്നവൻ ഉഷ്ണം അനുഭവിക്കുന്നു. പരിമളദ്രവ്യം പൂശിയിരിക്കുന്നവൻ അതിൻ്റെ സുഗന്ധം ഘ്രാണിക്കുന്നു. നിധി ലഭിച്ചിരിക്കുന്നവൻ സമ്പന്നനായിത്തീരുന്നു. ഇപ്രകാരം ദൈവജനനി, ദൈവസ്നേഹം, ദൈവീക പരിമളം, സ്വർഗീയ സമ്പത്ത് ഇതുകളുടെ നാഥനായ തൻ്റെ തിരുക്കുമാരനെ തിരുവുദരത്തിൽ ധരിച്ചിരുന്ന 9 മാസത്തേക്ക് എത്രയോ ആത്മീയ നന്മകൾ പ്രാപിച്ചു എന്ന് പറവാനോ ഊഹിപ്പാൻ പോലുമോ നമുക്ക് സാധിക്കുന്നതല്ല. ഇത്രയേറെ ആത്മീയ നന്മകളെ പ്രദാനം ചെയ്യുന്ന ഈശോ നമ്മെ വിട്ടുപിരിയുവാൻ മനസ്സില്ലാതെ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും നമ്മോടുകൂടെ വാസം ചെയ്തിട്ടും നമ്മിൽ ചിലർ ഈശോയുടെ അനുഗ്രഹങ്ങൾക്കും സ്വർഗീയ സമ്പത്തുകൾക്കും അയോഗ്യന്മാരായി തീരുന്നത് പരിതാപകരമല്ലയോ? ദൃഷ്ടാന്തം, സുശീലം, എളിമ, ക്ഷമ ആദിയായ പുണ്യങ്ങളാൽ പ്രസൃതനായ വിശുദ്ധ ഫ്രാൻസിസ്കോ സാലസ്
പാരീസ് നഗരിയിൽ ഈശോസഭക്കാരുടെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കയിൽ നിരാശയെന്ന ഭയങ്കര പരീക്ഷയാൽ വളരെ കഷ്ടത അനുഭവിക്കേണ്ടതായി വന്നു. ദൈവത്തെ കാണാൻ ഇടവരികയില്ല, ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്നും മറ്റുമുള്ള വിചാരങ്ങളാൽ ബുദ്ധി ആത്മീയ അന്ധകാരത്താൽ നിറഞ്ഞ് മനക്ലേശം വർദ്ധിച്ചതുകൊണ്ട് മതകൃത്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രിയം തോന്നിയിരുന്നില്ല. എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചാലും അതിൽ നിന്ന് ഒരു സച്ചിന്ത പോലും ഉണ്ടാകാതെയായി. അപ്പോൾ പിശാച്, നീ എന്തെല്ലാം ചെയ്താലും എത്ര പ്രയത്നിച്ചാലും നരകത്തിൽ പോകുമെന്നതിന് സന്ദേഹമില്ല എന്ന് ദുഷ്ടവിചാരം അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ ശക്തിയായി ഉദിപ്പിച്ചു. എന്നാൽ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് എന്നേക്കും അഭിമുഖമായി കണ്ട് ആനന്ദിക്കത്തക്ക വിധത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഇദ്ദേഹത്തിന് നരകത്തിൽ തള്ളപ്പെട്ട് ദൈവവിരോധിയായി തീരുമെന്നുള്ള വിചാരം അവർണ്ണനീയമായ ദുഃഖത്തിനിടവരുത്തി എന്ന് മാത്രമല്ല, ഭക്ഷണത്തിനും നിദ്രയ്ക്കും കൂടി പ്രതിബന്ധമായും തീർന്നു. ഈ ദുഃഖം കാരണത്താൽ രോഗം പിടിപെട്ട് മരണാസന്നനാവുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ ദയനീയാവസ്ഥ ഒരു പട്ടക്കാരൻ അറിഞ്ഞു. ദുഃഖകാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ താൻ നരകത്തിന് നിയമിതനായിരിക്കുന്നു എന്നുള്ള വിചാരം ലജ്ജ കൊണ്ട് അദ്ദേഹത്തെ അറിയിച്ചില്ല. ഇങ്ങനെ ഒരു മാസം വരെ മനക്ലേശവും ശാരീരിക അസ്വാസ്ഥ്യവും സഹിച്ച ശേഷം ദൈവം തൻ്റെ മാതാവ് മൂലം ഈ കഠിന പരീക്ഷയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ തീരുമാനമായി. ഇദ്ദേഹം ദൈവമാതാവിൻ്റെ പരിശുദ്ധ കന്യാവ്രതത്തെക്കുറിച്ച് വിരക്തനായിരിക്കുന്നുണ്ടെന്ന് ഒരു ദേവാലയത്തിൽ ദൈവമാതാവിൻ്റെ പീഠത്തിന് മുമ്പാകെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ പരീക്ഷയാൽ ഏറ്റവും സങ്കടപ്പെടുകയിൽ താൻ മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്ന പള്ളിയിൽ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാനായി പോയി. അതിൽ പ്രവേശിച്ച ഉടനെ ദൈവമാതാവിൻ്റെ പീഠത്തിന് മുമ്പാകെ സാഷ്ടാംഗം വീണ് ഏറിയ കണ്ണുനീരോടുകൂടെ ദൈവജനനിയെ നോക്കിക്കൊണ്ട്, എൻ്റെ മാതാവേ, എൻ്റെ മേൽ അലിവായിരിക്കണമേ, ഞാൻ എന്നേക്കും നരകത്തിൽ തള്ളപ്പെട്ട് സർവേശ്വരനെ നിന്ദിച്ച് ദൈവവിരോധിയായിരിക്കാൻ യോഗ്യനായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലമൊക്കെയും അല്പമായിട്ടെങ്കിലും ദൈവത്തെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ എന്നും മറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധ ബെർണർദോസിൻ്റെ ജപം ചൊല്ലി ആ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഈ ജപം തീർന്ന ഉടനെ പൈശാചിക പരീക്ഷ നീങ്ങി നല്ല മനസ്സമാധാനവും സന്തോഷവും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ആത്മീയ ആശ്വാസം ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ ആ പരമനായികയുടെ തുണയാൽ അത് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയതുമില്ല. ക്രിസ്ത്യാനികളെ, വിശ്വാസം, ശരണം മുതലായ പുണ്യങ്ങൾക്ക് വിരോധമായി പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകളിലും തന്ത്രങ്ങളിലും ഇളകാതെ പൂർണ്ണശരണത്തോടുകൂടെ ശുദ്ധ ബെർണർദോസിൻ്റെ ജപം ചൊല്ലി ദൈവമാതാവിൻ്റെ സഹായം പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ദൈവത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്കും അങ്ങ് മാതാവും സങ്കേതവുമായിരിക്കാൻ തിരുമനസ്സായല്ലോ. അങ്ങ് ദൈവജനനിയാകയാൽ ദൈവം അങ്ങേ അപേക്ഷയെ തള്ളുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ചെയ്ത പാപങ്ങളെ വെറുത്ത് ദൈവവരപ്രസാദം ലഭിപ്പാൻ നിൻ്റെ സങ്കേതത്തിൽ ഓടിവരുന്ന പാപി ഏവനോ അവൻ ഭാഗ്യവാനാകുന്നു. പരിശുദ്ധ കന്യകയെ, നിൻ്റെ ദയാധിക്യത്താൽ മനസ്സ് തിരിഞ്ഞ് നിൻ്റെ പക്കൽ സാഷ്ടാംഗമായി വീണ് ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ട് ഇതാ കരയുന്നു. നിർഭാഗ്യനായ എന്നിൽ അലിവായിരിക്കണമേ. എൻ്റെ പാപങ്ങളുടെ കെട്ടുകളെ അഴിക്കണമേ. എൻ്റെ ദുർഗുണങ്ങളെയും ആശാപാശങ്ങളെയും അടക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ഞാൻ രക്ഷ പ്രാപിച്ച് നിന്നോടുകൂടെ സർവേശ്വരൻ്റെ അടുക്കൽ എപ്പോഴും വാണുകൊണ്ടിരിപ്പാൻ എനിക്ക് വേണ്ട ഉപകാരങ്ങളെ എൻ്റെ അമ്മേ എനിക്ക് ചെയ്യണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച് ജപം ചൊല്ലാം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ
കരുണയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുള്ള സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ ജപം ചൊല്ലി 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ 3 തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കാം. പിന്നീട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തീനിയ പൂർണ്ണമായും ചൊല്ലാം. പരിശുദ്ധ രാജ്ഞി എന്ന ജപം നമുക്ക് ഒരുമിച്ച് ചെല്ലാം. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവും ആകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുക. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ദൈവമാതാവിനെ കുറിച്ച് 53 മണി ജപം ചെയ്യണം. വാഴ്ക 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 വാഴ്ക. അശരണർക്കെന്നുമാലംബം, രോഗികൾക്കെന്നുമാശ്വാസം, സർവാംഗസുന്ദരിയാമമ്മ വാഴ്ക 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 വാഴ്ക.